കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ വീടിനോടനുബന്ധമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സൺഷൈൻ ഹോംസിലെ കുട്ടികൾക്ക് വന്നാൽ താമസിക്കാനുള്ള ഒരു ഭാഗം ഈ വീടിനോടനുബന്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോർമിറ്ററി പോലെ ആ കുട്ടികൾക്ക് അവിടെ വന്ന് താമസിക്കാം. അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്ന പോലെ സോമൻ്റെ എലിസബത്തിൻ്റെ ഒപ്പം ഈ കുട്ടികൾക്ക് ഇവിടെ കുറച്ച് ദിവസങ്ങൾ താമസിക്കാം. അത് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനും അവർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റികളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളൊരു 10-11 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങൾക്ക് ഒത്തിരി കാഴ്ചകളിലേക്ക് ഇനി പോകണം. അങ്ങനെ ഞങ്ങൾ സോമനോട് യാത്രയൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അടുത്തത് ഇനി സെഡോണ പട്ടണത്തിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. സെഡോണ പട്ടണത്തിൽ അത്ഭുതകരമായ ചില കാഴ്ചകളുണ്ട്. അതിൽ ഞാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കാണണം, അത് ഷൂട്ട് ചെയ്യണം, ചിത്രീകരിക്കണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് ലോസ് ആഞ്ചലസിൽ നിന്നൊരു ബസ്സിൽ 10-40 ആളുകളോടൊപ്പം ഏതാണ്ട് 20 ദിവസം നീണ്ടു നിൽക്കുന്ന തെക്കൻ അമേരിക്കയിലൂടെ നടത്തിയൊരു യാത്രയുടെ ഭാഗമായിട്ട് ഈ സെഡോണയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സെഡോണയിൽ ഒരു രാത്രി വന്നിറങ്ങി രാവിലെ എഴുന്നേറ്റ് ബസ്സിലിരുന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങിപ്പോയത്. അതുകൊണ്ട് എനിക്ക്